ഓക്കെ. നമസ്കാരം. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണെന്ന് മനസ്സിലാക്കാനും അതെങ്ങനെയാണ് വരുന്ന വർഷം ഇതുവരെ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഗ്രി പാറ്റേണിൽ നിന്നും വ്യത്യസ്തമാവുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ എൻ്റെ സ്ലൈഡ് പ്രസന്റ് ചെയ്യാം. ഒരു 11 സ്ലൈഡുകളേ ഉള്ളൂ. അത് പറയുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങളത് ചാറ്റ് ബോക്സിൽ നോട്ട് ചെയ്താൽ മതി. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ ചാറ്റ് കാണാൻ പറ്റില്ല. ഡിസ്കഷന് എത്തുമ്പോഴത്തേക്കും നമുക്കത് ചെയ്യാം. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ 4-year അണ്ടർ ഗ്രാജുവേറ്റ് MGU UGP, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഓണേഴ്സ്, അതിന്റെ എല്ലാത്തിന്റെയും ഇനിഷ്യൽ ലെറ്റേഴ്സിന്റെ ഒരു അക്രോണിം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 തുടർന്ന് പിന്നെ കുറച്ചധികം തന്നെ റിഫോംസ് രാജ്യത്തുണ്ടായി. അതിന്റെയൊക്കെ ചുവട് പിടിച്ചിട്ടാണ് നമുക്ക് ശരിക്കും 4-year ഗ്രാജുവേറ്റ് പ്രോഗ്രാം വരുന്നത്. അതായത് എന്തുകൊണ്ട് ഡിഗ്രി എന്നുള്ള ഒരു ചോദ്യം, അതിനൊരു ഉത്തരം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. 3 വർഷം 4 വർഷമാണോ, അതോ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന ഇവിടെ ഇതുവരെ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാംസിൽ നിന്ന് ഡിഫറെന്റ് ആണോ എന്ന് ഞാൻ ഇപ്പോ പറഞ്ഞത് കേട്ടപ്പോഴാണ് നിങ്ങൾക്ക് ഈ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ട്. സൈബർ ഫോറൻസിക് ഉണ്ട്, ലോജിസ്റ്റിക്സ് ആൻഡ് ഏവിയേഷൻ ഉണ്ട്. അപ്പോ നമ്മളുടെ കാലഘട്ട തരത്തിലുള്ള റിക്വയർമെന്റ് അനുസരിച്ച് പ്രോഗ്രാംസ് ആണ് അവിടെ ഓഫർ ചെയ്യുന്നത്. അപ്പോ കേരളത്തിലെ മിനിസ്ട്രിയിൽ, അതായത് കേരളത്തില് ഹയർ എഡ്യൂക്കേഷന്റെ ഒരു വിശകലനം, ഒരു വിശദമായ ഒരു പഠനം നടത്തുകയും ഡോക്ടർ ശ്യാം ബി മേനൻ, യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയിട്ടുള്ള ശ്യാം ബി മേനന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിനെ തുടർന്നാണ് കേരളത്തിലെ സമൂലമായ വിദ്യാഭ്യാസങ്ങൾ ഇവിടെ നടക്കാൻ തുടങ്ങിയത്. അപ്പോ 2022 KSHയുടെ കൂടെ ഒരു സഹകരണത്തോടു കൂടി ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. 2022 ഡിസംബറിൽ തന്നെ ക്രെഡിറ്റ് ആൻഡ് കരിക്കുലം ഫ്രെയിംവർക്ക് ഇറക്കി. അത് പിടിച്ച് കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഫ്രെയിംവർക്ക് ഇറക്കി. UGC കരിക്കുലം ഫ്രെയിംവർക്ക് വന്നതോടുകൂടി മുഴുവനും ഇനി 4 വർഷ ബിരുദ മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ എന്ന് ഒരു നിയമം ഉണ്ടായി. അപ്പൊ എങ്ങനെയാണ് കേരളത്തിലെ 4 വർഷ ബിരുദ പദ്ധതികൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എന്നൊരു ചോദ്യം. അതായത് ഫസ്റ്റ് ഇയർ ഡിഗ്രി അതായത് നിങ്ങൾ +1 +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും, രക്ഷകർത്താക്കൾ ഉണ്ടാവും. സംസ്ഥാനത്തിന് പുറമേയുള്ള സ്ഥലങ്ങളിൽ നമ്മൾക്ക് ഒരു 4 വർഷം ചേർന്നാൽ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സോട് കൂടിയും സെക്കൻഡ് ഇയർ ഡിപ്ലോമ കോഴ്സോട് കൂടിയും ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൂടിയും തേർഡ് ഇയർ കഴിയുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റോട് കൂടിയും ഫോർത്ത് ഇയർ കഴിയുമ്പോൾ ഒരു ഓണോട് കൂടിയാണ് ഒരു സ്റ്റുഡന്റിന് കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റുക. കേരളം വരുത്തുന്ന മാറ്റം എന്താന്ന് വെച്ചാൽ പല പ്രാവശ്യമായുള്ള കൊഴിഞ്ഞുപോക്ക് ഒഴിവാക്കി ഡിഗ്രി സിസ്റ്റത്തിലേക്ക് വരുന്ന കുട്ടി ഡിഗ്രിയോട് പുറത്തിറങ്ങുക എന്ന് വിചാരിച്ചിട്ട് 3 വർഷം കഴിയുമ്പോൾ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയോ വർഷം ഒരു ഓണേഴ്സ് ഡിഗ്രിയോ ആയിട്ട് പുറത്തിറങ്ങാൻ ഇതിലെ കാതലായ മാറ്റം. അതാണ് മറ്റ് സംസ്ഥാനങ്ങളും തമ്മിലുള്ള 4 വർഷ ബിരുദ പദ്ധതിയിൽ. ഓക്കെ, അതൊന്ന് മനസ്സിലിരുത്തിക്കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്തുകൊണ്ട് ഇനി ബിരുദം എന്നുള്ള ചോദ്യത്തിനാണ് നമ്മൾ ആദ്യം ശ്രമിച്ചത്. കാലത്തിനനുസൃതമായി നിലവാരത്തിന് വേണ്ടി മറ്റ് രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള യൂണിവേഴ്സിറ്റികൾ വിദ്യാഭ്യാസത്തിനോട് കിടപിടിക്കാൻ തരത്തിൽ കുട്ടികളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് 4 വർഷ ബിരുദ പദ്ധതി ഉള്ളത്. 3 വർഷത്തെ കോഴ്സ് ഇപ്പോൾ ഓഫർ ചെയ്യുന്നത്
ചെയ്യുക ബിവോക്ക് പോലെയുള്ള പ്രോഗ്രാംസിന് മാത്രമായിരിക്കും. ബാക്കിയുള്ളതൊക്കെ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും, അതായത് കഴിഞ്ഞ വർഷം 3 വർഷ ഡിഗ്രി ആയിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാ ബാച്ചിലേഴ്സും അതർ ദാൻ ബിവോക്ക് വർഷ പദ്ധതിയാണ്. ഒരു വിദ്യാർത്ഥി +1 +2 ക്യാപ്പിലൂടെ, സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോഗ്രാമിലൂടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് 3 പാതകൾ. ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കോളേജിലെ ഒരു മേജർ പ്രോഗ്രാമിന് വേണ്ടിയിട്ടായിരിക്കാം. അതായത് ഫിസിക്സ് മേജർ പഠിക്കാനോ കെമിസ്ട്രി മേജർ പഠിക്കാനോ, അതായത് ഡിഗ്രിക്കാണോ വരുന്നത് അതാണ് നിങ്ങളുടെ മേജർ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഒരു മേജർ പ്രോഗ്രാം ബാച്ചിലർ ആയി നിങ്ങൾക്ക് പുറത്തു പോകാം 3 വർഷം. 4 വർഷം കഴിയുമ്പോൾ 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷം നിങ്ങൾക്ക് 2 പാക്കുകളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് 12 ക്രെഡിറ്റ് ഉള്ള ഒരു പ്രോജക്റ്റ് ചെയ്ത് ഓണേഴ്സ് ആവാം, ഓണേഴ്സ് നേടിയെടുക്കാം. അതല്ലെങ്കിൽ 12 ക്രെഡിറ്റ് ഉള്ള ഒരു റിസർച്ച് പ്രോജക്റ്റ് ചെയ്ത് ഓണേഴ്സ് പ്രോഗ്രാം ചെയ്യാം. അതായത് നിങ്ങൾ ക്യാപ്പിലൂടെ അലോട്ട്മെന്റ് പ്രോസസ്സിലൂടെ അപ്ലൈ ചെയ്യും ഏതെങ്കിലും ഒരു കോളേജിലെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യണ ഓണേഴ്സ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് 3 വർഷത്തിന്റെ അവസാനം അല്ലെങ്കിൽ 2.5 വർഷം കൊണ്ട്, അത് കാര്യത്തിലേക്ക് വരാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ 4 വർഷം കൊണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഓണേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ പ്രാപ്തമാക്കാൻ വേണ്ടി പഠനത്തോടൊപ്പം തന്നെ ഇന്റേൺഷിപ്പ് പോലെയുള്ള അവസരം. കുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കട്ടെ. അത്യാവശ്യം കുട്ടികളുണ്ടോ? സോ അഡ്മിഷൻ ഓൾറെഡി ക്യാപ്പിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ടാവും. ഓണേഴ്സ് ഡിഗ്രി ആണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയറിലേക്ക് മാത്രമല്ല, 4 വർഷത്തേക്കും കൂടിയാണ് ഒരു വിദ്യാർത്ഥിയെ അഡ്മിറ്റ് ചെയ്യുന്നത്. 3ാം വർഷത്തിൽ വിദ്യാർത്ഥിക്ക് തീരുമാനിക്കാം തുടരണോ അതോ പോകണോ എന്നുള്ള കാര്യം. ഓക്കെ, 4ാം വർഷത്തിൽ വിദ്യാർത്ഥിക്ക് മുന്നിൽ 2 ഓപ്ഷൻസ്, ഒന്നുകിൽ ഓണേഴ്സ് അല്ലെങ്കിൽ വിത്ത് റിസർച്ച് എന്നുള്ള പ്രോഗ്രാമാണ്. ഇനി അഡ്മിഷൻ എങ്ങനെയാണ്? മഹാത്മാഗാന്ധി സർവകലാശാല ക്യാപ് പോർട്ടൽ വഴിയാണ് അഡ്മിഷൻ. ഓഫർ ചെയ്യുന്ന മേജർ പ്രോഗ്രാമുകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇത്ര കാലവും കോളേജിന് ഒരു സ്ട്രക്ചർ ആയിരുന്നു ഉള്ളത്. ഇപ്പോഴും കോളേജിനൊരു ഉണ്ടാവും, പക്ഷേ വിദ്യാർത്ഥിക്ക് കോഴ്സുകൾ ചൂസ് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ 10 വരെ പഠിച്ചത് വളരെ ആഴത്തിലല്ല, പരന്ന വായനയായിരുന്നു അല്ലെ. കുറെ കാര്യങ്ങൾ സയൻസ് പഠിച്ചു, സോഷ്യൽ സയൻസസ് പഠിച്ചു, മാത്തമാറ്റിക്സ് പഠിച്ചു, ലാംഗ്വേജ് പഠിച്ചു. പക്ഷെ +1 +2 എത്തിയപ്പോഴേക്കും ഇഷ്ടമുള്ള ഒരു മേഖലയിൽ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ആയി കാണാൻ ശ്രമിച്ചു. ഇനി നിങ്ങളുടെ പേരിനോടൊപ്പം ചേർക്കാവുന്ന ഒരു പ്രോഗ്രാം ആണ് നിങ്ങൾ ചേരാൻ പോകുന്നത്. പണ്ടുള്ളവരുടെ സർട്ടിഫിക്കറ്റിലും അല്ലെ പണ്ടുള്ളവരുടെ വീട്ടിലെ ബോർഡൊക്കെ കണ്ടിട്ടില്ലേ, BA BEd അല്ലെങ്കിൽ MA LLB എന്നൊക്കെ അപ്പൊ അതുപോലെ നിങ്ങളുടെ പേരിനോടൊപ്പം ചേർക്കാൻ കഴിയുന്ന ഒരു ബാച്ചിലേഴ്സ് പ്രോഗ്രാമിലേക്കാണ് നിങ്ങൾ ഇനി ചേരാൻ പോകുന്നത്. അപ്പോ സ്കൂളിൽ നിങ്ങൾ സ്റ്റാഫ് റൂമിൽ അന്വേഷിച്ച് ടീച്ചേഴ്സിനെ കണ്ടുപിടിക്കാനാണ് പോയിരുന്നതെങ്കിൽ ഇനി നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്, ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ചേരുന്നത്, ആ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സാണ് ഇനി നിങ്ങളെ സഹായിക്കാൻ പോവുക. ഇവിടെ ILM-ലും ഒരു നോഡൽ ഓഫീസർ ഉണ്ട്, ഒരു ഫാക്കൽറ്റി അഡ്വൈസർ ഉണ്ടാവും, ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഇവരൊക്കെ നിങ്ങൾക്ക് വേണ്ടുന്ന പ്രോഗ്രാമിൽ ഏതൊക്കെ തരത്തിലാണ് അവിടെ ഓഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു തരാൻ അവിടെ തയ്യാറുണ്ടാവും. അപ്പോ ഉദാഹരണം ഫിസിക്സ് വിഷയം നമ്മൾ പറയുകയാണെങ്കിൽ BSc ഫിസിക്സ് എന്ന് പറയുന്ന ഒരു കഴിഞ്ഞ വർഷം വരെ ഓഫർ ചെയ്തിരുന്ന 3 വർഷ ബിരുദ പദ്ധതിയിലേക്കാണ് ഒരാൾ വരുന്നതെങ്കിൽ
അയാൾ നിർബന്ധമായും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും സപ്ലിമെന്ററി അല്ലെങ്കിൽ പഴയ ഭാഷയിൽ സബ്സിഡിയറി എന്ന് പറയുന്ന പഠിച്ചിരിക്കണമായിരുന്നു 2 വിഷയങ്ങൾ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ ഫിസിക്സ് ഓണേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ഒരു കോളേജ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളോട് കെമിസ്ട്രിയും മാത്തമാറ്റിക്സും പഠിക്കാൻ അവിടുത്തെ അധ്യാപകൻ പറയുകയാണെങ്കിൽ വിദ്യാർത്ഥി സ്വാതന്ത്ര്യമുണ്ട്. അയാൾക്ക് ചിലപ്പോ പെയിന്റിംഗ് ഒരു കോഴ്സ് പഠിക്കണമെങ്കിലോ മ്യൂസിക് ഒരു കോഴ്സ് പഠിക്കണമെങ്കിലോ എന്താ ഇനി ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് പകരം ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി പഠിക്കണമെങ്കിലോ ഇഷ്ടമുള്ളത് മാതിരി ഒരു വിഷയങ്ങൾ ആൾക്ക് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് അതിനുശേഷം എന്താണ് ജോലി ചെയ്യാൻ ആഗ്രഹമുള്ളത്, എന്താണ് ഹയർ സ്റ്റഡീസിനാണോ പോകുന്നത്, ഏത് മേഖലയിലാണ് പോകുന്നത്, തുടർന്ന് വഴിമാറി പോകാനുള്ള ആണോ ഇത് എന്നൊക്കെ ആലോചിക്കണം. അതായത് നിങ്ങൾ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അത് നിങ്ങൾ ചൂസ് ചെയ്യുന്നതും നിങ്ങൾ തീരുമാനിക്കേണ്ടുന്നതും റെസ്പോൺസിബിലിറ്റിയാണ്. ഉദാഹരണത്തിന് നിങ്ങൾ 1000 രൂപ തരുന്നു എന്ന് വിചാരിക്കൂ. ആ 1000 രൂപ എങ്ങനെ ചെലവഴിക്കണം എന്നുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടേതാണ്. ഒരു റെസ്പോൺസിബിലിറ്റിയോട് കൂടി നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷനുകൾ ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ടാവും. ആ പ്രോഗ്രാമിന്റെ കൂടെ ഇന്ന വിഷയങ്ങൾ ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ടാവും. പക്ഷേ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഒരു ചോയ്സ് ആയിട്ട് എടുക്കുക. നിങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങൾ ഫാക്കൽറ്റി അഡ്വൈസറിനോട് പറഞ്ഞാൽ കിട്ടുന്നതാണ്. ഓക്കെ, ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ നിങ്ങൾ വരുന്നത് അതാണ് നിങ്ങളുടെ മേജർ പ്രോഗ്രാം. അതായത് BSc മേജർ ഇൻ ഫിസിക്സ് അല്ലെങ്കിൽ BA ആണെങ്കിൽ എക്കണോമിക്സോ മലയാളമോ കൊമേഴ്സ് ബികോം പിന്നെ BSc ജിയോളജിയോ ഒക്കെ വരാം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മേജർ പ്രോഗ്രാമുകൾക്കൊപ്പം ഓരോ ഓഫർ ചെയ്യുന്ന സ്പെഷ്യലൈസേഷനുകൾ നോക്കി അഡ്മിഷൻ സമയത്ത് വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കാം. ഇപ്പോ ഇനി നിങ്ങൾ അഡ്മിഷൻ സമയത്ത് അല്ലെങ്കിൽ ക്യാപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സിറ്റിയുടെ മുഴുവൻ കോളേജുകളുടെയും ലിസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ എവിടെയാണ് സ്പെഷ്യലൈസേഷൻ നൽകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട്. ഉദാഹരണം, ബികോം ചേരുന്ന ഒരാൾക്ക് കോമേഴ്സ് വിത്ത് ഫൈനാൻസ് ഒരു കോമ്പിനേഷൻ ആണ്. ഇനി BA ഹിസ്റ്ററി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ആർക്കിയോളജിയും മ്യൂസിയോളജിയും 2 സ്പെഷ്യലൈസേഷൻസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി പ്രോഗ്രാം ഓണേഴ്സ് പ്രോഗ്രാം ജൂലൈ 1 തുടങ്ങുന്നതാണ്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? നമുക്കറിയാം എല്ലാത്തിനും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ് ആയിരിക്കും. ഡാൻസ് പഠിക്കാൻ പോകുമ്പോൾ പതാക ത്രിപതാക എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് പഠിപ്പിക്കും. മ്യൂസിക് പഠിക്കാൻ പോകുമ്പോൾ വരിശകൾ പഠിപ്പിക്കും, അല്ലെ? ക്ലാസിക്കൽ ആണെങ്കിൽ. അല്ലേ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ഇയറിൽ പഠിക്കുക. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ഒരു ഗ്രേഡ് കൂടിയതാണ് പഠിക്കുക. അവിടുന്നും കുറച്ചുകൂടെ കാര്യങ്ങളാണ് തേർഡ് ഇയറിൽ പഠിക്കുക. ഫോർത്ത് ഇയറിലാവും നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഗ്രാജുവേറ്റ്സ് നിന്നുകൊണ്ടുള്ള അഡ്വാൻസ്ഡ് ലെവലിലായിരിക്കും പഠിക്കുക. ഓക്കെ, അപ്പോ ഈ ലെവലൊക്കെ ആരാ തീരുമാനിക്കുക? നാഷണൽ ക്വാളിറ്റേറ്റീവ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ NSQF ഉണ്ട്. അവിടെ ഏത് ലെവലിലുള്ള കോഴ്സാണ് വേണ്ടത് എന്ന് കൃത്യമായും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് 100-199 വരെയാണ്. സെക്കൻഡ് ഇയറിൽ 200 മുതൽ 299 വരെയാണ്. തേർഡ് ഇയറിൽ 100 മുതൽ 399 വരെ. ആൻഡ് ഫോർത്ത് ഇയറിൽ 400 മുതൽ 499 വരെ. അപ്പൊ ഞാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുക. സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഇയറിൽ മുതൽ തന്നെ നിങ്ങളുടെ മേജർ, അതായത് ഫിസിക്സ് ആണ്, ഞാൻ ഫിസിക്സ് എളുപ്പമുള്ളത് എന്നുള്ളതേ ഉള്ളൂ, ഫിസിക്സ് ആണ് മേജർ പ്രോഗ്രാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കെമിസ്ട്രിയും മാത്തമാണ് കൂടെ പഠിക്കുന്നതെങ്കിൽ അത് രണ്ടും നിങ്ങളുടെ മൈനർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത് ലാംഗ്വേജ് ഉണ്ട്, പിന്നെ ഒരു
കോഴ്സും ഉണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ. നിങ്ങൾ ഏത് കോഴ്സാണെന്ന് ചോദിച്ചാൽ ഫിസിക്സ്, മാത്സ് എന്നുള്ള ഒരു BSc മെയിൻ അല്ല പറയാൻ. ഒരു കോഴ്സ് എന്ന് വെച്ചാൽ ഒരു വിഷയമാണ്. ഓക്കെ, പ്രോഗ്രാം ആണ് BA, BSc, BCom. നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കുന്ന മേജർ എന്ന് വെച്ചാൽ അതിനെ. അപ്പോ നിങ്ങളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ചിലപ്പോ BA ഇക്കണോമിക്സ് ഓണേഴ്സ് ആയിരിക്കാം, ചിലപ്പോ BSc കെമിസ്ട്രി ഓണേഴ്സ് ആയിരിക്കാം, BCom ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ ഓണേഴ്സ് ആയിരിക്കാം. ഓക്കെ, അപ്പോ നിങ്ങൾ നിർബന്ധമായും ഈ കോഴ്സുകൾ പഠിച്ചിരിക്കണം. ഒന്ന് ഫൗണ്ടർ ആണ്, രണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് പാത്വേ കോഴ്സ് ആണ്, മൂന്നാമത്തത് സ്പെസിഫിക് ക്യാപ്സ്റ്റോൺ കോമ്പണന്റ് ആണ്. സോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ വളരെ ബേസിക് ആയിട്ടുള്ള മേജർ മൈനർ എന്ന് പറയുന്ന അതായത് മെയിൻ പ്രോഗ്രാം ഏതാണോ, ഡിപ്പാർട്ട്മെന്റ് ഏതാ നിങ്ങൾ കൂടെ ചേർത്ത് വെച്ച് പഠിക്കുന്ന ഓരോ ആ രണ്ട് കോഴ്സുകളെയും കൂടെ ചേർത്തിട്ടുള്ളതാണ് നിങ്ങളുടെ മൈനർ. പിന്നെ ഭാഷ ഞാൻ പറഞ്ഞു AEC എബിലിറ്റി കോഴ്സ് ആണ്. പിന്നെ നൈപുണ്യ പരിശീലനം. ഫോർ എക്സാമ്പിൾ കൊമേഴ്സ് ഒരാൾക്ക് ടാലി ചിലപ്പോ അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നതാകും. ഓക്കെ, ജേർണലിസം പഠിക്കുന്ന ഒരാൾക്ക് ചിലപ്പോ കോണ്ടന്റ് റൈറ്റിങ്ങോ ബ്ലോഗ് റൈറ്റിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക ഒക്കെ ചിലപ്പോൾ അയാളുടെ സ്കില്ലിനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ്. പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്, പഠിച്ച മേഖലയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായുള്ള ഒരു കോഴ്സ്. കേരള പഠനം മറ്റു വിജ്ഞാന ശാഖകളിലൊക്കെ മൾട്ടി ഡിസിപ്ലിനറി ആണ്. ഡിസിപ്ലിന് മൾട്ടി ഡിസിപ്ലിനറി ഒരുപാട് മേഖലകളിൽ നിന്ന് അറിവ് ഉള്ള ഒരു ശ്രമമാണ്. പിന്നെ വ്യക്തിത്വ, അതായത് വാല്യൂ ആഡഡ് കോഴ്സ്. ഫോർ എക്സാമ്പിൾ ജെൻഡറിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, മെന്റൽ ഹെൽത്തിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണം, ഹ്യൂമൻ ഡെവലപ്മെന്റിനെ കുറിച്ച്, റൈറ്റ്സിനെ കുറിച്ചും എല്ലാവരും അറിഞ്ഞിരിക്കണം, എൻവയോൺമെന്റിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണം, ലീഗൽ അഫയേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, അല്ലെ? അപ്പം ഇത്തരം നമുക്ക് എവിടെ പഠിക്കാം? വാല്യൂ ആഡഡ് കോഴ്സിൽ പഠിക്കാം. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ 3 വർഷം പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി കിട്ടില്ല. 3 വർഷം പഠിച്ച് 133 ക്രെഡിറ്റ് വേണം. ആ 133 ക്രെഡിറ്റിൽ ഫൗണ്ടേഷൻ കോമ്പണന്റ് വേണം, ഡിസിപ്ലിൻ സ്പെസിഫിക് പാത്വേ കോമ്പണന്റ് വേണം, ഡിസിപ്ലിൻ സ്പെസിഫിക് ക്യാപ്സ്റ്റോൺ കോമ്പണന്റും വേണം. അപ്പോ ഡിസിപ്ലിൻ സ്പെസിഫിക് കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ മേജറും മൈനറും തന്നെയാണ്. ഇനി അത് ക്യാപ്സ്റ്റോൺ ആവുന്നത് ലെവൽ കൂടുമ്പോഴാണ്, അഡ്വാൻസ്ഡ് ലെവൽ ആവുമ്പോഴാണ് അത് ക്യാപ്സ്റ്റോൺ ആവുന്നത്. ഫ്ലെക്സിബിൾ, ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട് എന്ന് പറഞ്ഞു, അല്ലെ? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് ഓഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രി, ബോട്ടണിയോ സോളജിയോ പഠിക്കണമെങ്കിൽ, അതല്ല ഇനി ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ. ഓക്കെ, അതല്ല ജേർണലിസം കൊമേഴ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ പഠിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ആണ്. കഴിഞ്ഞ വർഷം വരെ അഡ്മിറ്റ് ആയ ഒരാൾക്ക് പ്രോഗ്രാമിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഈ സ്വാതന്ത്ര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അത് റെസ്പോൺസിബിൾ ആയി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, നിങ്ങൾക്ക് ഫസ്റ്റ് പഠിക്കാൻ ആഗ്രഹിച്ചത് ഒരു പക്ഷേ പൊളിറ്റിക്കൽ സയൻസ് ആണെന്ന് വിചാരിക്കൂ. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത് എക്കണോമിക്സ് ആയിരിക്കും, പക്ഷെ പൊളിറ്റിക്കൽ സയൻസ് നിങ്ങളുടെ കോഴ്സാണ്. അതായത് നിങ്ങൾ എക്കണോമിക്സ് മേജർ പഠിക്കുന്നു, നിങ്ങളുടെ ഒരു കോഴ്സ് മൈനർ ഹിസ്റ്ററിയും ഒരു മൈനർ സയൻസും ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ചെയ്യുന്നത് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സും പഠിച്ചു, പിന്നെ ലാംഗ്വേജ് 2 ഒരു ഇംഗ്ലീഷ് ഒരു മലയാളം. ഇത്രയാണ് നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിലെയും സെക്കൻഡ് സെമസ്റ്റർ നിങ്ങളുടെ കോഴ്സസ്. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് സെമസ്റ്റർ ആണുള്ളത്. എല്ലാ വർഷവും നിങ്ങൾക്ക് 2 തുല്യമായ സെമസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ 10ാം ക്ലാസ്സും +1ഉം +2 ഒക്കെ നിങ്ങൾ ചിലപ്പോ ആനുവലി എഴുതിയ പരീക്ഷയാണെങ്കിൽ
ഇനി മുതൽ 6 മാസം കൂടുന്ന നിങ്ങളുടെ പരീക്ഷകൾ, നിങ്ങളുടെ കോഴ്സുകൾ. അത് ഓരോ സെമസ്റ്ററും ഓരോ രീതിയിലാണ്, അല്ലെങ്കിൽ സെമസ്റ്ററിന്റെയും പരീക്ഷ അതിൽ ആ 6 മാസം കോഴ്സുകളും പുസ്തകങ്ങളും ഒക്കെ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് 6 കോഴ്സുകളാണുള്ളത്, 6 വിഷയങ്ങൾ. സിമ്പിളായി പറഞ്ഞാണുള്ളത്. നിങ്ങൾ ഏത് പ്രോഗ്രാമാണോ തിരഞ്ഞെടുത്തത് അത് നിങ്ങളുടെ മേജർ ആണ്. ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ADSC. നിങ്ങളുടെ മൈനർ 2 പ്രോഗ്രാം ഉണ്ട്. ഞാൻ ഉദാഹരണം പറയാൻ, ഇക്കണോമിക്സ് മൈനർ ഒരെണ്ണം ഹിസ്റ്ററി ആണ്, DSC-B. മൈനർ ഒരെണ്ണം പൊളിറ്റിക്കൽ സയൻസ് ആണ്, DSC. അതിനെ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് C ആണ്. പിന്നെ 2 ലാംഗ്വേജ്, ഒരു ഇംഗ്ലീഷ്, ഒരു മലയാളം, പിന്നെ ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ നിങ്ങൾ സെക്കൻഡ് ഇയർ എത്തുമ്പോൾ നിങ്ങൾക്ക് എക്കണോമിക്സ് മതിയായി, കൂടുതൽ പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു. ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസ് ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ക്ലാസ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് നല്ല മാർക്ക് ആയിരിക്കൂ. നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ പൊളിറ്റിക്കൽ സയൻസിലേക്ക് മാറാൻ ശ്രമിക്കാം. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മികവ് മാറ്റേഴ്സ്. നിങ്ങൾ അതിലുള്ള മാർക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ സ്മാർട്ട് ആണെങ്കിൽ, നിങ്ങൾ പ്രോഗ്രാംസ് ഒക്കെ നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അസസ്മെന്റും ടീച്ചേഴ്സും നിങ്ങളെ അസസ് ചെയ്ത എല്ലാ ക്രൈറ്റീരിയകളും നിങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ, പൊളിറ്റിക്കൽ സയൻസിന് അവിടെ BA ഓഫർ ചെയ്യുന്ന ഒരു സ്ഥലമാണെങ്കിൽ അവിടെ 4 സീറ്റ് ഉണ്ടെങ്കിൽ അടുത്ത വർഷം ഒരു 4 സീറ്റ് കൂടെ വരും. അപ്പൊ ഫസ്റ്റ് ഇയർ പൊളിറ്റിക്കൽ സയൻസ് കൂടെ നിങ്ങൾ ചിലപ്പോ ക്ലാസ് ഷെയർ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ മൈനർ ആയിട്ടായിരിക്കും നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അവിടെ നിങ്ങൾ അവരെക്കാൾ മികച്ച മാർക്കുള്ളവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ കിട്ടിയേക്കാം. അതായത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ എക്കണോമിക്സ് സ്റ്റുഡന്റ് ആയിട്ടാണ് വന്നത്, സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് പൊളിറ്റിക്സിലേക്ക് മാറാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യമാണ്, അവസരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാറാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ക്രെഡിറ്റ് എന്നുള്ള വാക്കാണ്. അതായത് നമ്മളിപ്പോ മിണ്ടുന്നില്ലേ, ഇതുപോലെ നിങ്ങൾ ക്ലാസ് മുറികളിൽ ഇത്രയും കാലം ടീച്ചേഴ്സ് വന്ന് പഠിപ്പിച്ചു അല്ലെ, ബ്ലാക്ക് ബോർഡ് ഉപയോഗിച്ച് പഠിപ്പിച്ചിട്ടുണ്ടാവും, ഇപ്പൊ കാണിക്കുന്ന പോലെ സ്ലൈഡുകൾ ഉപയോഗിച്ച് പഠിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ, പലതരത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോ നിങ്ങളുടെ ടീച്ചർ നിങ്ങളുമായി 1 മണിക്കൂർ ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുന്നതിനെയാണ് ലെക്ചർ എന്ന് പറയുന്നത്. അപ്പം ഒരു ലെക്ചർ എന്ന് പറയുന്നത് 15 ലെക്ചേഴ്സ് ആണ് സെമസ്റ്റർ വെച്ച് പറയുമ്പോൾ. ഓക്കെ, പിന്നെ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ 30 പ്രാക്ടിക്കൽ അവേഴ്സ് ആണ്. നിങ്ങൾ 30 മണിക്കൂർ ലാബിൽ സ്പെൻഡ് ചെയ്താൽ അതിനെ നമ്മൾ 15 അതാണ് ഒരു ക്രെഡിറ്റ്. അതായത് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂം ലെക്ചർ 1 അവർ ആണെങ്കിൽ പ്രാക്ടിക്കൽ അത് ഇരട്ടിയായിരിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ 22 ക്രെഡിറ്റ് ആണ് സെമസ്റ്ററിലും പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്രെഡിറ്റ്, സെക്കൻഡ് സെമ്മിൽ 22 ക്രെഡിറ്റ്. ഓക്കെ, ഒരു ടീച്ചർ, അതായത് നിങ്ങൾക്ക് ഒരു കോഴ്സ് പഠിക്കുമ്പോൾ 4 ക്രെഡിറ്റ് ഉള്ള ഒരു കോഴ്സ് 60 മണിക്കൂർ ക്ലാസ്സിൽ പഠിക്കാനുണ്ടാവും. ക്ലാസ് ടീച്ചർ വന്ന് പഠിപ്പിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ലാബ് കൂടി വരുമ്പോൾ ആ കോമ്പിനേഷൻ അങ്ങനെ പോകും. 4 അവറുള്ള ഒരു വിഷയമാണ്, 4 അവറും ലാബാണ്. നിങ്ങൾക്ക് ഏകദേശം അതിന്റെ ഡബിൾ അല്ലേ, 60 മണിക്കൂറായിരുന്നു നിങ്ങൾക്ക് ക്ലാസ് അവേഴ്സ് എന്നുണ്ടെങ്കിൽ 120 മണിക്കൂർ നിങ്ങൾക്ക് ലാബ് അവേഴ്സ് വേണ്ടി വരും. ഓക്കെ, അങ്ങനെ ഇടാറില്ല, കോമ്പിനേഷൻ തിയറിയും വരിക, കോമ്പിനേഷനിലാണ് വരിക. ഓക്കെ, അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങളുടെ മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ക്രെഡിറ്റ് ആണ്, നിങ്ങളുടെ മൈനർ 2 4 ക്രെഡിറ്റ് ആണ്, AEC 3 ക്രെഡിറ്റ് ആണ്, ലാംഗ്വേജ് 2 എന്ന് പറഞ്ഞു, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് 3 ക്രെഡിറ്റ് ആണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമുക്ക് ഇപ്പോ എക്കണോമിക്സ് മേജർ പഠിച്ച ആൾക്ക് പൊളിറ്റിക്കൽ സയൻസിലേക്കോ ഹിസ്റ്ററിക്കോ മാറാൻ വളരെ എളുപ്പമാണ്. കാര്യം അത് 4
ആണ്. ഇത് തന്നെയാണ് അയാൾ ഫസ്റ്റ് ഇയറിൽ മൈനറായിട്ട് പഠിച്ചത്. സോ ബുദ്ധിമുട്ട് ആ ക്ലാസ്സിലോട്ടൊന്ന് കയറിയിരിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് മാറേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് 3 ക്രെഡിറ്റ് ആണുള്ളത്. 2 പഠിച്ചു കഴിഞ്ഞാൽ 6 ഉള്ളൂ. അപ്പൊ സെക്കൻഡ് ഇയറിൽ ഒരു പൊളിറ്റിക്കൽ സയൻസ്, ഇപ്പൊ ഒരാൾ മൾട്ടി ഡിസിപ്ലിനറി സയൻസ് കോഴ്സായിട്ട് പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിച്ചതെങ്കിൽ സെക്കൻഡ് ഇയർ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ ഇൻ ഇഫക്റ്റ് ഒരു 15-30 മണിക്കൂർ നഷ്ടപ്പെട്ടിട്ടാണ് സീനിയേഴ്സിന്റെ കൂടെ അടുത്ത വർഷം ഉണ്ടാവുക. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യണ്ടേ? ആ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി സ്വയം പോലെയുള്ള NPTEL പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് 100 ലെവൽ കോഴ്സ് അയാൾക്ക് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിലേക്ക് പോലും, അതായത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം ജസ്റ്റ് മിസ് ആണെങ്കിൽ, നിങ്ങൾക്ക് വളരെ വലുതായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നന്നായി നിങ്ങളെ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കോളേജിലെ മറ്റൊരു കോഴ്സിലേക്കോ, അതായത് നിങ്ങളിലേക്കോ നിങ്ങളുടെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിലേക്കോ മാറാം, നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് മാറാം, നിങ്ങൾക്ക് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് മാറാം, സംസ്ഥാനത്തേക്ക് മാറാം. ഇതൊക്കെ എങ്ങനെയാ പോസിബിൾ? നിങ്ങളുടെ അഡ്മിഷൻ സമയത്തുള്ള കോഴ്സ്, അഡ്മിഷൻ സമയത്ത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും. ഈ ഐഡിയ ആണ് നിങ്ങൾ അവസാനം വരെ നിങ്ങളുടെ ഡിഗ്രി തീരെയും നിങ്ങൾ കൊണ്ടു നടക്കേണ്ടത്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ 6 മാസവും നിങ്ങൾക്ക് കൂടുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് നമുക്ക് നമ്മളുടെ ബാങ്കിൽ എങ്ങനെയാണോ അക്കൗണ്ട് വരുന്നത്, എന്താ പറയുക, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന അനുസരിച്ച് നമ്മളുടെ റിവാർഡ് പോയിന്റ്, അല്ലെങ്കിൽ നിങ്ങൾ 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു 100 രൂപയ്ക്ക് ഓഫ് കൂപ്പൺ കിട്ടുക, ആ 100 രൂപയ്ക്ക് കൂടി നിങ്ങൾക്ക് സാധനം വാങ്ങാന്ന് പറയുകയൊക്കെ ചെയ്തില്ലേ? അപ്പൊ അത് നമ്മൾ റിഡീം ചെയ്യുക. അപ്പൊ അതുപോലെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്റ്റോർ ചെയ്യാണ്. അത് വർഷത്തേക്കാണ് അതിന്റെ വാലിഡിറ്റി. അപ്പോ നിങ്ങൾ സ്മാർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് 2.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം 3 വർഷത്തെ പ്രോഗ്രാം. നിങ്ങൾക്ക് 3.5 വർഷം നിങ്ങൾക്ക് 4 വർഷത്തെ പ്രോഗ്രാമും കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ വളരെ സ്ലോ ആണെങ്കിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാം. പക്ഷെ 7 വർഷം കഴിഞ്ഞ് ഒരു പോലും എക്സ്ട്രാ വന്നിട്ട് കാര്യമില്ല. കാര്യം നമ്മളുടെ ആണെങ്കിലും നമ്മളുടെ വൈഫൈ ആണെങ്കിലും നമ്മൾ ചാർജ് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അത്രയും ദിവസം കഴിയുമ്പോൾ നമ്മളുടെ അത് പോലെ പിന്നെ റീചാർജ് ചെയ്യാതെ ക്യാരി ഓവർ കിട്ടില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ലാപ്സ് ആയി പോകും. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യം വന്നാൽ, അത്യാവശ്യം വന്നാൽ ഒരു ബ്രേക്ക് എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സെമസ്റ്ററിൽ മിനിമം പഠിക്കേണ്ടത് 16 ക്രെഡിറ്റ് ആണ്. അതായത് നിങ്ങൾ ഓൺലൈൻ പോകാതെ, ഒരവരെ പോലും പുറത്തൊരു പോകാതെ നിങ്ങൾക്ക് സുഖമായിട്ട് 130 177 ക്രെഡിറ്റോട് കൂടി 3 വർഷത്തെയും 4 വർഷ ഡിഗ്രിയും പൂർത്തിയാക്കാം. പക്ഷേ നിങ്ങൾ സ്മാർട്ട് ആണെങ്കിൽ ഓൺലൈൻ കൂടെ നടത്തിയിട്ട്, അല്ലെങ്കിൽ അടുത്തുള്ള കോളേജിൽ പോവുകയോ അല്ലെങ്കിൽ കോളേജിലെ ടീച്ചേഴ്സിന്റെ മറ്റു സമയത്ത് നിങ്ങൾക്ക് പോയി പഠിക്കുകയോ ചെയ്ത് ആ പരീക്ഷകളൊക്കെ എഴുതി നിങ്ങൾ ആ ക്രെഡിറ്റ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2.5 വർഷത്തിൽ നിങ്ങളുടെ 3 വർഷ ബിരുദ കയ്യിലിരിക്കും. ഓൾമോസ്റ്റ് 3ാമത്തെ സെമസ്റ്ററോട് കൂടി നിങ്ങൾക്ക് 4 വർഷത്തെ പ്രോഗ്രാമും കയ്യിലിരിക്കും. ഓക്കെ, സോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഓഫ് പ്ലേസ്, അതായത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലേക്കോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് മാറാനുള്ള ഒരു ചാൻസ് ഇവിടെ കിടക്കുന്നത് ഈ ABC അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ നിങ്ങളുടെ സ്കോർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾ എപ്പോ ഒരു സ്ഥാപനം ഇറങ്ങുന്നുവോ, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതുപോലെ മാറേണ്ടി വന്നു എന്ന് വിചാരിക്കൂ, അപ്പോ സ്ഥാപനത്തിലെ മേധാവി നിങ്ങൾക്ക് ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് ചെയ്യും. ഈ കോളേജിലെ സൈബർ ഫോറൻസിക്കിലെ കുട്ടിയാണ്, ഇത്ര കോഴ്സുകളാണ് ഇതുവരെ
ഇത്ര ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റുമായി കുട്ടിക്ക് എവിടെയാ പോവാം. ഓക്കെ, സ്മാർട്ട് ആണെങ്കിൽ നിങ്ങൾ 2.5 വർഷം കൊണ്ട് ഡിഗ്രി അല്ലെങ്കിൽ വർഷം കൊണ്ട് ഓണേഴ്സും നിങ്ങൾക്ക് കിട്ടാവുന്നത്. ഇനി എന്തൊക്കെയാണ് മറ്റ് അട്രാക്റ്റീവ് ഫീച്ചേഴ്സ്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഗ്രാം ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം. അതായത് നിങ്ങൾ പഠിക്കാൻ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റ് ചില കോമ്പിനേഷൻസ് തന്നെ അതിൻ്റെ അകത്ത് തുടർന്ന് പഠിക്കാനുമുള്ള അവസരം. പിന്നെ എന്തിനാ ഈ പ്രോഗ്രാം ഉണ്ടാക്കിയെന്ന് അറിയോ? ഈ പ്രോഗ്രാം നമ്മളിപ്പോ ഇത്ര കാര്യമായി ഇത്രയും പഠിക്കുന്നറിയോ? നിങ്ങൾ ബാംഗ്ലൂർ ഡേയ്സിൽ നിവിൻ പോളിയുടെ ഇന്റർവ്യൂ ഓർക്കുന്നു. നിവിൻ പോളി പറയുന്നതൊക്കെ കറക്റ്റ് ലാംഗ്വേജ് ഒക്കെ തന്നെയാ പറയുന്നത്, പെറുക്കി 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 പറഞ്ഞു വെക്കുന്ന പോലെ. അതായത് ഇവൻ ഇത്രയും നാള് സ്കൂളിൽ പോയിട്ട് എന്താ ഇന്റർവ്യൂവറിന് തോന്നുന്ന രീതിയിലാണ് ആൾക്കാർ അവിടെ പ്രസന്റ് ചെയ്യാം. ഓക്കെ, പ്രശ്നം എത്രയേ ഉള്ളൂ, നമ്മൾ ഒരു കാര്യം പഠിക്കുക എപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും ചെയ്തായിരിക്കും പഠിക്കുക, അല്ലെ? ഡ്രൈവ് ചെയ്താൽ മാത്രമാണ് വണ്ടി ഓടിക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ക്ലാസ്സിൽ പാട്ട് പഠിക്കാൻ പോകുമ്പോൾ പാട്ട് പഠിച്ചു എന്ന് എങ്ങനെയാ അറിയാ? പാട്ട് പാടാ പഠിച്ചു എന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളുടെ എല്ലാം മുഴുവൻ നമ്മൾക്ക് എന്തറിയാം എന്നുള്ളത് മെഷർ ചെയ്യാൻ പറ്റും, അളക്കാൻ പറ്റണം, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ ഒരു ബേസിസിലാണ് ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാവുന്നത്, അതായത് ഔട്ട്കം ബേസ്ഡ് അപ്രോച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഗാന്ധി യൂണിവേഴ്സിറ്റി ആദ്യം തന്നെ ഒരു ആട്രിബ്യൂട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ 4 വർഷം ആകും പഠിച്ചു കഴിയുമ്പോഴേക്കും ആ കുട്ടി ബോധമുള്ള കുട്ടിയായിരിക്കും. അതായത് ലോജിക്കലി തിങ്ക് ചെയ്യുന്ന കുട്ടിയായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പറ്റുന്ന, നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ചെയ്യാൻ പറ്റുന്നത് പോലെ ഇന്റർപേഴ്സണൽ സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ എല്ലാവരും സഹാനുഭൂതിയുള്ള മനുഷ്യന്മാരായിരിക്കും, പാവപ്പെട്ടിരിക്കുന്ന അങ്ങനെയൊക്കെയല്ല. അപ്പൊ എന്താ പറയാ, ഒരു നമ്മള് ഇൻക്ലൂസീവായി ചിന്തിക്കുന്ന മനുഷ്യന്മാരാണ്. ഓക്കെ, അങ്ങനെ ഒരു അട്രിബ്യൂട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ ഈ പ്രോഗ്രാമും എന്തിന് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നില്ലേ? എന്താ നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഔട്ട്കം? നിങ്ങളെ 4 വർഷ ബിരുദ പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കിയോ എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പൊ ഈ ക്ലാസ് ശരിക്കും തുടങ്ങുന്നത് നമുക്ക് എന്തായിരുന്നു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലേ? അപ്പൊ ഔട്ട്കം ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇതാണ്. എന്താണ് നമുക്ക് കാണാനും മനസ്സിലാക്കാനും മെഷർ ചെയ്യാനും കൃത്യസമയത്ത് ചെയ്യാനും ഒക്കെ പറ്റുന്നത് എന്നുള്ള രീതിയിലാണ് ഔട്ട്കം. അതിനെയാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഇവിടെ ഉള്ളത്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു നോക്കുക. നമുക്ക് നന്നായിട്ട് അറിയാം, ഒരു ഫിഷിനെയും ഒരു മനുഷ്യനെയും ഒരു ബേർഡിനെയും ഒരു കുരങ്ങനെയും നമ്മള് ഫ്ലൈ ചെയ്യുന്നതിന് അതാണ് സ്കില്ല് വെച്ച് നമ്മൾ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല, റൈറ്റ്? ഓരോ ആളുടെയും കേപ്പബിലിറ്റി ഓരോന്നാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ അപ്രോച്ചിൽ ഏറ്റവും പ്രയോജനമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങളൊന്നും കാര്യമായി ഉണ്ടാവില്ല. കാരണം ഓരോ ടീച്ചറിനും ആ ടീച്ചർ പഠിപ്പിക്കുന്നതിൽ ഒരു 20% സ്വന്തം പഠിപ്പിക്കാൻ പറ്റും, സ്വന്തം ഡിസൈൻ ചെയ്യാൻ പറ്റും, സ്വയം പരീക്ഷ നടത്താൻ പറ്റും. ടീച്ചറിന്റെ മുന്നിലുള്ള കുട്ടികൾ ഏത് ലെവലിലാണെന്ന് അറിയുന്ന ടീച്ചർ ഇടുന്ന ചോദ്യപേപ്പർ ആകുമ്പോൾ സ്വാഭാവികമായും സ്റ്റുഡന്റിന് നന്നായി റിഫ്ലക്ട് ചെയ്യാൻ പറ്റും, നന്നായി ആലോചിച്ച് നന്നായി സ്റ്റുഡന്റിന് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏത് മേഖലയിലാണ് ജോലി ചെയ്യേണ്ടുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്ക് ഓരോ സിലബസ് ഉണ്ടാവുന്നത്. ലേൺ വൈൽ ലേണിംഗ് വൈൽ ഡൂയിങ്, അതായത് നിങ്ങൾ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ പഠിക്കുക എന്നുള്ളതനുസരിച്ച് പ്രായോഗിക പഠനത്തിന് കൂടുതൽ ഊന്നലുണ്ട്. എല്ലാ വിദ്യാർത്ഥിക്കും നിർബന്ധമായും 2ാം വർഷം ഇന്റേൺഷിപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ 4ാം വർഷത്തിൽ എല്ലാ കുട്ടികളും പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. ചിലർക്ക് ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ
ഒരു സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ, ഒരു മെന്ററുടെ കീഴിൽ ഒരു പ്രോപ്പർ റീസെർച്ച് പ്രോജക്റ്റ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനിയും ആകർഷണങ്ങൾ നിങ്ങൾ ഇത്ര കാലവും ചെയ്തിരുന്ന നാഷണൽ സർവീസ് സ്കീം, നാഷണൽ കേഡറ്റ് കോർപ്സ്, NCC, സ്പോർട്സ് ആൻഡ് ഗെയിംസ്, ആർട്സ്, യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ തുടങ്ങിയ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടാനുള്ള ഒരു വഴി മാത്രമല്ല, നിങ്ങൾ നേരത്തെ നേടേണ്ടുന്ന 133 ക്രെഡിറ്റിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് നേടാൻ കൂടി ദേ ഇവിടെ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ വേഗം 2.5 വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കിക്കൂടെ? മാത്രമല്ല, നിങ്ങൾ ഈ നേടുന്ന കാര്യങ്ങൾ കൊണ്ട് ഒരു റിപ്പബ്ലിക് ഡേ പരേഡിന് പോയിട്ട് വന്നു, അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി കലാതിലകമായി, പ്രതിഭയായി എന്നൊക്കെ വിചാരിക്കൂ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ക്രെഡിറ്റിനോടൊപ്പം നിങ്ങൾക്ക് ഗ്രേസ് മാർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഏറ്റവും നല്ല തമാശ അല്ലെങ്കിൽ ഏറ്റവും നല്ല രസമുള്ള കാര്യം, നിങ്ങൾ ഇത്ര കാലം 3 മണിക്കൂറാണ് പരീക്ഷ എഴുതിയത്. ഇനി യൂണിവേഴ്സിറ്റിയിൽ 3 മണിക്കൂർ പരീക്ഷ നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് 2 മണിക്കൂറോ 1 മണിക്കൂറോ, 1നും 2നും മണിക്കൂറുകൾക്കിടയിലുള്ള പരീക്ഷകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പുസ്തകം തുറന്നു വെച്ച് പരീക്ഷ എഴുതാം. OMR, ഒന്നും മറക്കില്ല രാമ അല്ല, ഒബ്ജക്റ്റീവ് ഒപ്റ്റിക്കൽ OMR, നമ്മുടെ എന്താ പറയാ, കറുപ്പിക്കുന്ന പരിപാടി, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്യില്ലേ, ആ രീതിയിലുള്ള പരീക്ഷകൾ നടത്താം. അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട്. വർഷത്തിൽ പകുതി പരീക്ഷ യൂണിവേഴ്സിറ്റി നടത്തുന്നതും, യൂണിവേഴ്സിറ്റി വാല്യുവേഷനും പകുതി പരീക്ഷ നിങ്ങളുടെ തന്നെ കോളേജിലെ ടീച്ചേഴ്സിന്റെ വാല്യുവേഷനുമാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാ പ്രധാന അട്രാക്ഷൻ? ഒന്നെന്ന് പറയുന്നത് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന രീതിയിലാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അതായത് എന്താണ് നമുക്ക് കിട്ടുക, എന്താണ് ഇതിന്റെ പ്രയോജനം എന്നുള്ള ഒരു ചിന്തയിലൂടെ നമ്മളൊരു കാര്യത്തിലേക്ക് പോകുമ്പോഴേക്കും നമുക്കൊരു ഔട്ട്പുട്ട് ഉണ്ടാവും അല്ലെ. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞ പോലെ ടീച്ചർ സ്പെസിഫിക് ആണ് കോണ്ടന്റ്. 20% ടീച്ചറിന് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ പോസിറ്റീവ്ലി പഠിപ്പിക്കാം. തോന്നുന്നത് പഠിപ്പിക്കാം എന്നല്ല കേട്ടോ, അത് അക്കാഡമിക് കൗൺസിലിന്റെ ഒക്കെ അംഗീകാരം കോളേജ് ലെവലിൽ വേണ്ടി വരും, കോളേജ് കൗൺസിലിന്റെ അംഗീകാരം. പിന്നെ ഞാൻ പറഞ്ഞു 7 വർഷത്തേക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഉണ്ട്. പിന്നെ എല്ലാ വിഷയങ്ങൾക്കും മലയാളത്തിനും ഇംഗ്ലീഷിനും ഹിന്ദിക്കും ഉൾപ്പെടെ പ്രാക്ടിക്കൽ ഘടകങ്ങളുണ്ട്. ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ ഓണേഴ്സ് ബിരുദം തിരഞ്ഞെടുക്കേണ്ടത്? നമുക്ക് ഓൾറെഡി 10 കഴിഞ്ഞും +2 കഴിഞ്ഞും നമുക്ക് നാളെ ഡിലേ പോയി, UG കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞ റിസൾട്ട് വരാനുള്ള ഡിലേ പോയി. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഡിലേ ഇല്ല. നിങ്ങൾ 4 വർഷം ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് PG 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കാം. ഇനി നിങ്ങൾ ഈ 4 വർഷത്തെ ഡിഗ്രി തന്നെ, ഓണേഴ്സ് തന്നെ, നിങ്ങൾ ഓണേഴ്സ് വിത്ത് റീസെർച്ച് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് PG ഇല്ലാതെ തന്നെ PhDയിലേക്ക് പോകാം. പിന്നെ എൻ്റെ അവസാനത്തെ പോയിന്റ് ഇതാണ്, ഓണേഴ്സ് ഡിഗ്രി പൂർത്തീകരിക്കുന്നവർക്ക് വിദേശ സർവകലാശാലകളിൽ PG പഠനത്തിന് അവസരം. എന്തുകൊണ്ട് അത് പറയുന്നു എന്ന് വെച്ചാൽ, ഇപ്പൊ എങ്ങനെയാണെന്നറിയാമോ, ഞങ്ങളുടെയൊക്കെ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികള് ലോണുമായി 10-30 ലക്ഷം രൂപ ലോണുമായിട്ട് മറ്റു രാജ്യങ്ങളിൽ പോകും. എന്നിട്ട് ആ കുട്ടികൾ പഠിക്കാൻ പോകുന്നത് +1 +2 ബേസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. ഓക്കെ, സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. 3 വർഷത്തെ ഡിഗ്രി ഇവിടെ, അവരുടെ 3 വർഷം പ്രായം ഇങ്ങനെ പോയി. അവരിനി ഫ്രഷ് സ്റ്റാർട്ടായിട്ട് ചെയ്യുമോ? ഒട്ടും ലൈഫിൽ ഒരു സ്റ്റെപ്പ് കൂടെ മേലോട്ടല്ല താഴേക്കാ പോകുന്നത്. നമ്മൾ അങ്ങനെ ഡിഗ്നിറ്റി ഇല്ല എന്നൊക്കെ വിചാരിക്കുമ്പോഴും ഈ ലോൺ അവരുടെ ബാധ്യതയാണ്, അവർ തിരിച്ചടയ്ക്കേണ്ട പണമാണത്. അപ്പോ ഈ 4 വർഷ ഓണേഴ്സ് പ്രോഗ്രാം ആണ് പൂർത്തീകരിക്കുന്നതെങ്കിൽ ലോകത്തെവിടെയും അത് വാലിഡ് ആണ്. നിങ്ങൾക്ക് ഫ്രഷായ ഒരു ഡിഗ്രി പഠിക്കാതെ തന്നെ ചിലപ്പോ അവിടുത്തെ കുട്ടികളുടെ കൂടെ നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്ത് ഒരു നല്ല ജോലി നേടാൻ ഒരു അവസരം കൂടിയാണ്. ഓക്കെ, ഇതൊക്കെയായിരുന്നു പറയാനുണ്ടായിരുന്നത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും ഉണ്ടോ? നത്തിങ് ഇല്ല. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂട്ടോ.